ബബിയ മരിച്ചതിനു ശേഷം ക്ഷേത്രകുളത്തിൽ വീണ്ടും ഒരു മുതലയെ കണ്ടതായി വാർത്തകൾ പുറത്തുവന്നു. ഉടൻ തന്നെ ആളുകൾ ഒരു ചോദ്യം ചോദിക്കാനും തുടങ്ങി. ഇത് ബബിയയുടെ തിരിച്ചുവരവാണോ? ശാസ്ത്രം പറയുന്നത് മരിച്ച ഒരു മുതല തിരികെ വരില്ല എന്നാണ്. അതിനാൽ ഇത് മറ്റൊരു മുതലയായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇവിടെ തുടങ്ങുന്നു യഥാർത്ഥ രഹസ്യം. ബബിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ കഥ എന്തായിരുന്നു? അതെ, അത് ക്ഷേത്രത്തിലെ പ്രസാദം മാത്രമാണ് കഴിച്ചിരുന്നതെന്നാണ്. എന്നാൽ പുതിയ മുതല പുറത്തുനിന്ന് വന്നതാണെങ്കിൽ അതും എങ്ങനെ ബബിയെപ്പോലെ പ്രസാദം കഴിക്കുന്നു? അത് ശരിക്കും സസ്യാഹാരിയാണോ? അതോ നമ്മൾ കാണാത്ത സമയങ്ങളിൽ അത് മത്സ്യങ്ങളെയും മറ്റ് ചെറുജീവികളെയും ഭക്ഷിക്കുന്നുണ്ടോ? സത്യത്തിൽ ഈ ചോദ്യത്തിന് ആർക്കും കൃത്യമായ ഉത്തരമില്ല. ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു മുതല പ്രസാദം കഴിക്കാം, പക്ഷേ അതുകൊണ്ട് അത് പൂർണ്ണമായും സസ്യാഹാരിയാണെന്ന് തെളിയിക്കാനാവില്ല. ഒരു പക്ഷേ ആളുകൾ കാണുമ്പോൾ അത് പ്രസാദം കഴിക്കുന്നുണ്ടാവാം. മറ്റൊരു സാധ്യത, ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ഭക്ഷണത്തോട് അത് പതുക്കെ പൊരുത്തപ്പെട്ടതാവാം. പക്ഷേ ഇന്നും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ബബിയെയും പുതിയ മുതലയും ഒരേ രീതിയിൽ പെരുമാറുന്നത് വെറും യാദൃശ്ചികതയാണോ? അതോ ഇതിനു പിന്നിൽ ഇന്നും നമുക്ക് പൂർണ്ണമായും മനസ്സിലാകാത്ത ഒരു രഹസ്യമുണ്ടോ? അതിൻ്റെ ഉത്തരം ഇന്നും ക്ഷേത്രകുളത്തിലെ ശാന്തമായ വെള്ളത്തിനടിയിൽ മറഞ്ഞുകിടക്കുന്നു. ഫോളോ ഫോർ more interesting videos.